വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വിഷു വ്ളോഗാണ്. ആൻഡ് ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഗൈസ്, ഞാൻ കുളിച്ച് വന്ന് ഇനി നമുക്ക് മുല്ലപ്പൂ വാങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മുല്ലപ്പൂ വാങ്ങാൻ പോകാം. ഞാൻ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിഷുവായിട്ട് ഒരു നല്ല തീരുമാനത്തിന് തുടങ്ങാൻ വെച്ചിട്ട് ഒരു ഹെൽത്തി കാര്യമാകാൻ വേണ്ടിയിട്ട് വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ആയതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് ഗസ് പോയിട്ട് വരുന്നത്. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കട, നമ്മൾ നടന്ന് പോവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ മുല്ലപ്പൂ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ കൂടെ കൃഷ്ണന് മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെട്ടിപ്പൂവും കൂടി മഞ്ഞ കളർ ചെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. മുല്ലപ്പൂവിൻ്റെ അകത്ത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിരിക്കുകയാണ് ഗസ്. നമുക്ക് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചിരുന്നേയിരിക്കും. മുല്ലപ്പൂ വാങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, കാരണം അവിടെ നിറച്ച് ആൾക്കാരിനെ കൊണ്ടുവരും. ഞാൻ വെറുതെ ഒരു ഫോണുമായിട്ട് പോകണ്ടല്ലോ, ജസ്റ്റ് ഞാൻ വീഡിയോ. ഇതാണ് മുല്ലപ്പൂ. ഇത് നമുക്ക് വെച്ചിട്ട് ഫോട്ടോ വീഡിയോ ഇനി അങ്ങോട്ട് എന്താ പറയുക, ഒരു ആഹ്ലാദമാണ് ഗൈസ്. മുല്ലപ്പൂ മാത്രമല്ല, നമ്മൾ മഞ്ഞ ചെട്ടിപ്പൂവും കൂടി വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ കൃഷ്ണന് മാല തൂക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നല്ല രസമല്ലേ. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നേക്കും. നമുക്ക് ആദ്യം ഇതൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കാം. ഗൈസ്, ഞങ്ങളെ വീട്ടിലെവിടെ നോക്കിയാലും കൃഷ്ണന്മാരാണ്. കൃഷ്ണന്മാർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള കൃഷ്ണന്മാരൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് കുത്തിരിക്കുകയാണ്. കണ്ടില്ല, ഫോർ എക്സാമ്പിൾ രണ്ട് വലിയ തന്നെ രൂപം തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ പുതിയ കൃഷ്ണന് ഒരു വലിയ മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കൃഷ്ണന് ഞങ്ങൾ ചെറിയൊരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ചെറിയ കൃഷ്ണനല്ല, കുറച്ച് പഴയ കൃഷ്ണനാണ്. അപ്പോൾ ആ കൃഷ്ണന് ഒരു കുഞ്ഞു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പൂന്നൊരു കുഞ്ഞു കഷ്ണം എടുത്ത് വെച്ച് കൊടുത്തണം. ഇനി മഞ്ഞ പൂ കൊണ്ട് മാല ഉണ്ടാക്കി ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇട്ട് കൊടുക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും കൃഷ്ണന്മാരൊക്കെ മാലിട്ട് നിൽക്കണ കണ്ടിട്ട് എനിക്കും എന്താ പറയുക, മുല്ലപ്പൂ വെക്കാൻ ഭയങ്കര മോഹം. അതുകൊണ്ട് ഞാൻ പോയി വെച്ചിട്ട് വരാം ഗൈസ്. നീണ്ട ഒരു മൽപ്പെടുത്തതിന് ശേഷം ഞാൻ മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞു. ലീസായി പോരണ്ട്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എങ്ങനെ ഇരുന്നാലും ഇതിങ്ങനെ കാണില്ലേ, ഫ്രണ്ടിലോട്ട് കാണില്ലേ, സൈഡിൽ നോക്കുമ്പോൾ കാണാം, ബാക്കിൽ ഓക്കെയാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്താണെന്ന് വെച്ചിട്ടുള്ള ചിലപ്പോൾ ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, മുല്ലപ്പൂ വെച്ചതായാൽ മതി, അത്രയേ ഉള്ളൂ. ഗൈസ്, ഇതാണ് എൻ്റെ കംപ്ലീറ്റ് വിഷു ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് ചുരിദാറിൽ വൈറ്റ് പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെ വീനൊക്കെ വന്നിട്ടുള്ളൊരു ചുരിദാറാണ്. ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്ക് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളൊരു പലോസോ പാൻറ്റും കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഒരു വിഷു ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. പൂ വെച്ചിട്ട് കൃഷ്ണനെ ഞാൻ മാല കോർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ കൃഷ്ണൻ്റെ അത് കുഞ്ഞു മുഖമായതുകൊണ്ട് മാല താഴെ വരെ കിടക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഞാൻ വാതിലിൻ്റെ ഇങ്ങനെ മേലെയായിട്ടും ഇതേമാതിരി പൂ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും രസമുണ്ട്, പക്ഷെ ഞങ്ങൾ വിചാരിച്ചമാതിരി ആയില്ല. എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇങ്ങനെ അവിടെ മേലെ ഫുള്ള് ടാപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പൂവിൻ്റെ വെയിറ്റ് കൊണ്ടായി നിൽക്കുന്നില്ല, അതുകൊണ്ട് കുറേ ടാപ്പ് ഒട്ടിച്ചിട്ടാണ് സെറ്റാക്കി എടുത്തത്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സദ്യക്കുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗൈസ്, ഇവിടെ അവിയൽ സെറ്റായിട്ടുണ്ട്, പച്ചടി സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്യാബേജിൻ്റെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജിന് ഇന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഓലൻ കുക്കറിൻ്റെ അകത്തായിരുന്നു. ഇപ്പം ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓലയും സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ഉപ്പേരി റെഡിയായി, പിന്നെ പപ്പടവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും സദ്യയിലേക്കുള്ളത് സെറ്റായിട്ടുണ്ട്. സോ ഗൈസ്, ഇനി പായസത്തിൻ്റെ പ്രിപ്പറേഷനാണ്. ഇപ്പോൾ ഗൈസ്, നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സാണ്. നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ നമുക്കിത് ഇളക്കിയിട്ട് റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ നമ്മളിത് റെഡി ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റാണ് നമ്മൾ ഇത് റെഡി ആവാനുള്ള ടൈം. ബോക്സിൽ എഴുതിയിട്ടുള്ള അത്രയാണ്, എനിക്കറിയില്ല എത്ര ടൈം എടുക്കുന്നു. 10-15 മിനിറ്റ് നമുക്ക് വെക്കാം ഗൈസ്. ഗൈസ്, നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, അവിയൽ, ഉപ്പേരി, ഓലൻ, പച്ചടി, അതേപോലെ പപ്പടമാണ് നമ്മുടെ സദ്യയിലുള്ളത്. സദ്യ ഞാനായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. എനിക്ക് കഴിക്കാം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷു വ്ളോഗൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ വരുന്നേക്കും. ബൈ ബൈ.